നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്? എഫ് ബ്ലോക്ക് എലമെന്റ്സ്, എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. ആദ്യം നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്താണ് എന്നറിയണം. എഫ് ബ്ലോക്ക് എലമെന്റ് എന്താണ് എന്നറിയണം. എഫ് ബ്ലോക്ക് എലമെന്റിന്റെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. എന്താണ്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത്. ഇനി എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് n-2 എന്ന് പറയുന്ന എഫ് സബ്ഷെല്ലിലാണ്. n-2 എന്ന് പറയുന്നത് n എന്ന് പറയുന്ന അവസാനത്തെ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. n എന്ന് പറയുന്ന അവസാനത്തെ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. n-2 എന്ന് പറയുന്നപ്പോ എന്തായിരിക്കും? n-2 എന്ന് പറയുന്നത് ലാസ്റ്റ് ഷെല്ല് n, ലാസ്റ്റത്തിന് തൊട്ട് പിറകിലുള്ള ഷെല്ലിനെ നമ്മൾ n-1 എന്ന് പറയും. അതിനും തൊട്ട് പിറകിലുള്ള ഷെല്ലിനെ നമ്മൾ n-2 എന്ന് പറയും. ആ n-2ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കൂടെ? എഫ് ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കും. അപ്പൊ ലാസ്റ്റത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വാലൻസ് ഷെൽ. അതിന് തൊട്ട് പിറകിലുള്ള ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പെനൾട്ടിമേറ്റ് ഷെൽ. അതിനും തൊട്ട് പിറകിലുള്ള ഈ ഷെല്ലിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി പെനൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഇന്നർ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയും. അപ്പോൾ ആന്റി പെനൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഇന്നർ പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നതെങ്കിൽ അതിനെ എന്ത് പേരിൽ അറിയപ്പെടൂടെ? എഫ് ബ്ലോക്ക് എലമെന്റ് എന്നറിയപ്പെടും. അപ്പൊ നിങ്ങൾ ഓർക്കുക, എഫ് ബ്ലോക്ക് എലമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഷെല്ലിലെ അതിനെ വിളിക്കുന്ന പേര് വാലൻസ് ഷെൽ എന്നാണ്. അതിന് തൊട്ട് പിറകിലുള്ള ഷെല്ലിനെ വിളിക്കുന്ന പേര് പെനൾട്ടിമേറ്റ് ഷെൽ എന്നാണ്. അതിനും തൊട്ട് പിറകിലുള്ള ഷെല്ലിനെ വിളിക്കുന്ന പേര് ആന്റി പെനൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഇന്നർ പെനൾട്ടിമേറ്റ് ഷെൽ എന്നാണ്. ഇന്നർ പെനൾട്ടിമേറ്റ് ഷെല്ലിലെ എഫിലാണ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്. ലാസ്റ്റത്തെ ഷെല്ലിനെ നമുക്ക് n എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അതിന് തൊട്ട് പിറകിലുള്ള ഷെല്ലിനെ നമുക്ക് n-1 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അതിനും തൊട്ട് പിറകിലുള്ള ഷെല്ലിനെ നമുക്ക് n-2 എന്ന് പറഞ്ഞും എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഓർത്ത് വെച്ചിരിക്കുക, എഫ് ബ്ലോക്ക് എലമെന്റിന്റെ സാധാരണ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർത്ത് വെച്ചിരിക്കുക. എഫ് ബ്ലോക്ക് എലമെന്റ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർത്ത് വെച്ചേക്കുക. എന്താണ് എഫ് ബ്ലോക്ക് എലമെന്റ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? n-2 n-2 f0 to 10, n-1 d 0 to 1, ns2. അതായത് ലാസ്റ്റത്തെ ഷെല്ലിലെ n എന്ന് പറയുന്ന ഷെല്ലിലെ എസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അതിന് തൊട്ട് പിറകുള്ള n-1 എന്ന് പറയുന്ന ഷെല്ലില് ഡിയില് സാധാരണ 10 ഇലക്ട്രോണാ വരുന്നത്. പക്ഷെ ഇവിടെ ഡിയില് എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 0 അല്ലെങ്കിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അതിന് തൊട്ട് പിറകിലുള്ള n-2 എന്ന് പറയുന്ന ഷെല്ലിലെ എഫിൽ 0 മുതൽ 14 ഇലക്ട്രോണുകൾ വരെ വരാം. 0 മുതൽ 16 ഇലക്ട്രോണുകൾ വരെ വരാം. ഓക്കെ, ഇനി നോക്ക്, 4f ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് വേറൊരു പേരുണ്ടേ. എഫ് ബ്ലോക്ക് എലമെന്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്ത്? ഓർത്ത് വെച്ചിരിക്കുക. എഫ് ബ്ലോക്ക് എലമെന്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ്. എന്താ വിളിക്കുന്നത്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കുന്നത്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാൻ കാര്യം, ഇവയെല്ലാം കാണപ്പെടുന്നത് ഏതിനുള്ളിലാണ്? ട്രാൻസിഷൻ എലമെന്റുകൾക്കുള്ളിലാണ്. ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡി ബ്ലോക്ക് എലമെന്റ്. ഡി ബ്ലോക്ക് എലമെന്റുകൾക്കുള്ളിലാണ് ഇവ കാണപ്പെടുന്നത്. അതിന് ഡി ബ്ലോക്ക് എലമെന്റുകൾ ഇപ്പോ സാധാരണ രീതിയിൽ ഈ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോ LA എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. LA എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. LA എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് ലെന്താനം എന്ന് പറയുന്ന എലമെന്റ്. ഇത് 6ാമത്തെ പീരീഡിലാണ് ഉള്ളത്. 6ാമത്തെ പീരീഡിലുള്ള ഒരു എലമെന്റ് ആണ് എന്ന് പറയുന്നത് LA. 7ാമത്തെ പീരീഡിലുള്ള ഒരു എലമെന്റ് ആണ് എന്ന് പറയുന്നത് AC എന്ന് പറയും. 7ാമത്തെ പീരീഡിലുള്ള എലമെന്റിനെ വിളിക്കുന്ന പേരെന്താണ്? AC. LA എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെന്താനം എന്നാണ്. LA എന്ന് വെച്ചാൽ എന്താണ്? ലെന്താനം. AC എന്ന് വെച്ചാൽ എന്താണ്? ആക്ടിനിയം എന്നാണ്. അപ്പോൾ ലെന്താനത്തിന് ശേഷം വരുന്ന ഒരു 14 എലമെന്റ് ഉണ്ട്. 14 എലമെന്റ് ഉണ്ട്.
അത് പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലാന്തനോഡ്. സാധാരണ ഈ ലന്താനം എന്ന് പറയുന്നത് വരുന്നത് ഡി ബ്ലോക്കിലാണ്. ആക്ടീനിയം അല്ലെങ്കിൽ എ സി എന്ന് പറയുന്ന എലമെന്റ് വരുന്നതും ഏതിലാണ്? ഡി ബ്ലോക്കിലാണ്. പക്ഷേ ഡി ബ്ലോക്കിൽ വരേണ്ട ലന്താനം കഴിഞ്ഞ് വരുന്ന 14 എലമെന്റും ആക്ടീനിയം കഴിഞ്ഞ് വരുന്ന 14 എലമെന്റുകൾ, ആകെ എത്ര എലമെന്റ്? 14 + 14 എത്ര എലമെന്റ്? 28 എലമെന്റിനെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെയായിട്ട് 2 റോ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. 2 റോ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? 2 റോ. ഒരു റോയില് 14 എലമെന്റ് ഉണ്ട്, അടുത്ത റോയിൽ എന്തുണ്ട്? 14 എലമെന്റ് ഉണ്ട്. അങ്ങനെ ആകെ 14 14 28 എലമെന്റുകൾ ഉണ്ട്. ഈ 28 എലമെന്റുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഓർത്തു വെച്ചിരിക്കുക, എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുന്നത് ട്രാൻസിഷൻ എലമെന്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റുകൾക്കുള്ളിൽ വരേണ്ട 28 എലമെന്റുകളെയാണ് പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെയായി കൊണ്ടുവച്ചിരിക്കുന്നത്. ആ 28 എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയും. സോ എഫ് ബ്ലോക്ക് എലമെന്റുകളിൽ എപ്പോഴും ഓർത്തോളുക, എസ് ബ്ലോക്ക് ആണെങ്കിൽ എസ് സബ് ഷെല്ലിലായിരിക്കും അവസാന ഇലക്ട്രോൺ കയറുന്നത്. പി ബ്ലോക്ക് ആണെങ്കിൽ എസ് ബ്ലോക്ക് ആണെങ്കിൽ വാലൻസ് ഷെല്ലിലെ അവസാനത്തെ ഷെല്ലിലെ എസ് ആയിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത്. പി ബ്ലോക്ക് ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിലെ പിയിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത്. എഫ് ബ്ലോക്ക് ആണെങ്കിൽ അവസാനത്തതിന്റെ തൊട്ടുപിറകിലുള്ള ഞാൻ പറഞ്ഞു, അവസാനത്തെ ഷെല്ലിനെ വിളിക്കുന്ന പേര് പെനൽറ്റിമേറ്റ് ഷെൽ എന്നാണ്. അതിന് തൊട്ടുപിറകിലുള്ള ഷെല്ലിനെ വിളിക്കുന്ന പേര്, അവസാനത്തെ ഷെല്ലിനെ വിളിക്കുന്ന പേര് വാലൻസ് എന്നാണ്. അതിന് തൊട്ടുപിറകിലുള്ള ഷെല്ലിനെ വിളിക്കുന്ന പേര് പെനൽറ്റിമേറ്റ് എന്നാണ്. അതിനും തൊട്ടുപിറകിലുള്ള ആന്റി പെനൽറ്റിമേറ്റ് അല്ലെങ്കിൽ ഇന്നർ പെനൽറ്റിമേറ്റ് ഷെല്ലിലെ എഫിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് എങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഫുൾ ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട. കാരണം ഇത് സാധാരണ നമ്മൾ ലന്താനം, സീറി, ഇത് ലാന്തനോയിഡ്സ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ലാന്തനോയിഡ്സ് ആണ്. എന്താ ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ? ലാന്തനോയിഡുകൾ അല്ലെങ്കിൽ ലാന്തനോൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 6ാമത്തെ പീരീഡില് LA എന്ന് പറയുന്ന എലമെന്റിന് ശേഷം, ലന്താനം എന്ന് പറയുന്ന എലമെന്റിന് ശേഷം വരുന്ന 14 എലമെന്റുകളെ പീരിയോഡിക് ടേബിളിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെ 14 എലമെന്റ് ആണ് ലന്താനം, സീറിയം, പ്രിസിയോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്യം, സമേരിയം, യൂറോപ്യം ഗഡോലിനിയം ആണ് കേട്ടോ, GD ആണ് കേട്ടോ, തെറ്റാണ് കേട്ടോ. യു എന്നല്ല, എന്താണ്? GD എന്നാണ്, GD. ടെർബിയം, ഡിസ്പോഷ്യം, ഹോൾമിയം, എർബിയം, തൂലിയം, ഇറ്റർബിയം, ലുട്ടീഷ്യം. ഒന്നും കൂടി, ലന്താനം. നിങ്ങൾ വളരെ സ്പീഡിന് പറയണം, ഇതിന് കോഡൊന്നുമില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. ലന്താനം, സീറിയം, പ്രിസിയോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്യം, സമേരിയം, യൂറോപ്യം, ഗഡോലിനിയം, ടെർബിയം, ഡിസ്പോഷ്യം, ഹോൾമിയം, എർബിയം, തൂലിയ, എട്ടർബിയം, ലുട്ടീഷ്യം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിൻ്റെത് പഠിക്കാൻ എളുപ്പമാണ്. എങ്ങനെ എഴുതുന്നത്? സെനോൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ് ആണ്. നിങ്ങൾ നോക്കണ്ട, ലാസ്റ്റത്തെ ഷെല്ല് മാത്രം പഠിച്ചാൽ മതി. സെനോൺ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണ്ട, ലാസ്റ്റത്തെ ഷെല്ല് മാത്രം. ലാസ്റ്റ് ഇവിടെ വരുന്നത് 6s2 5d1 ആണ്. ലന്താനം എന്ന് പറയുന്നത് ഒരു ഡി ബ്ലോക്ക് എലമെന്റ്. ഞാൻ പറഞ്ഞല്ലോ, ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെന്റുകളാണ്. ഈ 14 എലമെന്റുകളാണ് എന്തെന്ന് പറയുന്നത്? ലാന്തനോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 4f1 6s2 5d1, 4f3 6s2. ആദ്യം 4f2 ഇല്ല കേട്ടോ. അടുത്തത് 4f4 6s2, 4f5 6s2, 4f6 6s2, 4f7 6s2. ഇനി അടുത്തതില് 4f7 6s2 5d1. അടുത്തത് 4f9, 4f8 ഇല്ല കേട്ടോ. 4f9 6s2, 4f10 6s2, 4f11 6s2, 4f12 6s2, 4f13 6s2, 4f14 കണ്ടോ. എഫിലാണ് ഇലക്ട്രോൺ കയറുന്നത്. ലാസ്റ്റ് വരുമ്പോൾ 4f14 6s2 5d1. ആകെ 3 സ്ഥലത്ത് മാത്രമേ 5d ഓർബിറ്റൽസ് വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഹാഫ് ബാർ പ്രിൻസിപ്പിൾ അനുസരിച്ചൊന്നും അല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് കേട്ടോ. ഹാഫ് ബാർ പ്രിൻസിപ്പിൾ ഒന്നും അല്ല അനുസരിച്ചല്ല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇവിടെ കുറെ അധികം എക്സെപ്ഷൻസ് വരുന്നുള്ള ഒരു കേസ് ആണ് എന്ന് പറയുന്നത് ഈ ലാന്തനോയിഡ് എലമെന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ലാന്തനോയിഡുകൾ ഓർത്തു വെച്ചേക്കുക. ലന്താനം, സീറിയം, പ്രിസിയോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്യം, പ്രിസിയോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്യം, സമേരിയം, യൂറോപ്യം, ഗഡോലിനിയം, ടെർബിയം, ഡിസ്പോഷ്യം, ഹോൾമിയം, ഇർബിയം, തൂലിയം, ഇട്ടർബിയം, ലുട്ടീഷ്യം. പറ്റുമെങ്കിൽ ഇത് കാണാൻ പഠിക്കുക. കാണാതെ പഠിച്ച ലാന്തനോയിഡുകൾ കാണാൻ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർക്കാൻ എളുപ്പമാണ്. ഒരു പ്രത്യേക ഓർഡറിലാണ് വന്നേക്കുന്നത്. ആദ്യത്തേതില്
5D ഉണ്ട്, രണ്ടാമത്തേലുണ്ട്. പിന്നെ താണ്ട ഈ ഗഡോലിനിയം എന്ന് പറയുന്ന GD എന്ന് പറയുന്ന എലമെന്റ് വരുമ്പോൾ അതിൽ 5D ഉണ്ട്, ലാസ്റ്റത്തിൽ 5D ഉണ്ട്. ബാക്കി എല്ലാത്തിലും ഒരു ഓർഡറിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് പോകുന്നത്. ഇതില് പരീക്ഷയ്ക്ക് കിട്ടുന്ന ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്. ഈ യൂറോപ്യം എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ 4f7 6s2 വരുന്ന എലമെന്റും ഗഡോലിനിയം എന്ന് പറയുന്ന എലമെന്റ്, ഗഡോലിനിയം സ്റ്റേബിൾ ആണ്, ഗഡോലിനിയം എന്ന് പറയുന്ന എലമെന്റ് 4f7 6s2 5D1 വരുന്ന എലമെന്റും ഇറ്റർബിയം എന്ന് പറയുന്ന 4f14 6s2 വരുന്ന എലമെന്റും ലുട്ടീഷ്യം എന്ന് പറയുന്ന എലമെന്റും ഒക്കെ സ്റ്റേബിൾ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, യൂറോപ്യം എന്ന് പറയുന്ന എലമെന്റും ഇറ്റർബിയം എന്ന് പറയുന്ന എലമെന്റും സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ട് സ്റ്റേബിൾ ആയി? യൂറോപ്യം എന്ന് പറയുന്ന എലമെന്റും ഇറ്റർബിയം എന്ന് പറയുന്ന എലമെന്റ് സ്റ്റേബിൾ ആയത് എന്തുകൊണ്ട് നോക്കിയേ, ഇവിടെ എന്താ ഉള്ളത്? 4f7 6s2 F ഓർബിറ്റൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ആണെങ്കിലോ ഇറ്റർബിയത്തിലാണെങ്കിൽ 4f14 6s2. ഇറ്റർബിയത്തിൽ 4f എത്ര ഇലക്ട്രോൺ ഉണ്ട്? 14 ഇലക്ട്രോൺ ഉണ്ട്. നിങ്ങൾക്കറിയാം, പകുതി നിറഞ്ഞതോ മുഴുവൻ നിറഞ്ഞതോ ആയ F സബ്ഷെല്ലുകൾ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് എന്താണ്? സ്റ്റേബിൾ ആണ്. പകുതി നിറഞ്ഞതോ മുഴുവൻ നിറഞ്ഞതോ ആയ F സബ്ഷെല്ലുകൾ, എല്ലാ സബ്ഷെല്ലുകളും F ഓർബിറ്റിൽ മാക്സിമം 14 ഇലക്ട്രോണേ കയറത്തുള്ളൂ. അപ്പൊ ഫുള്ളി ഫിൽഡ് എന്ന് പറഞ്ഞാൽ 4f14 6s2 ആണ്. ഹാഫ് ഫിൽഡ് എന്ന് വെച്ചാൽ എന്താണ്? 4f7 6s2 ആണ്. അപ്പൊ ഇത് രണ്ടും ഹാഫ് ഫിൽഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് ആണ്. അതുകൊണ്ട് അവ രണ്ടും എന്താണ്? സ്റ്റേബിൾ ആണ്. മിക്കവാറുള്ള ലെന്താനത്തിനാണ് ലെന്തനോയിഡുകളെ അല്ലെങ്കിൽ ലാന്തനോൺസിനെയാണ് നമ്മൾ LN എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെ എല്ലാം കൂടി ജനറൽ ആയിട്ടാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? LN എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. LN ഏത് അയോൺസ് ആയിട്ടാണ് നിൽക്കുന്നത്? LN3+ അയോൺ ആയിട്ടാണ് നിൽക്കുന്നത്. LN എപ്പോഴും ഏത് അയോൺ ആയിട്ടാണ് നിൽക്കുന്നത്? LN3+ അയോൺ ആയിട്ടാണ് നിൽക്കുന്നത്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. ഓക്കെ, ഇനി ലാന്തനോയിഡിനെ നോക്കുന്ന സമയത്ത് ലാന്തനോയിഡ് എലമെന്റ്സ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയാലോ? ലന്താനം, പിന്നെ ലന്താനം, സീറിയം, പ്രിസിയോഡിമിയം. ഇങ്ങനെ പറഞ്ഞു ലന്താനം, സീറിയം, പ്രിസിയോഡിമിയം, നിയോഡിമിയം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സൈസ് വളരെ പതുക്കെ ക്രമമായി കുറഞ്ഞു വരും. ഈ ഫിനോമിനോണിനെ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അപ്പൊ എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലാന്തനോയിഡുകളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ പിരീഡിൽ, സാധാരണ രീതിയിൽ പിരീഡിൽ സൈസ് കുറയുള്ളൂ. പക്ഷെ ലാന്തനോയിഡുകളിൽ പ്രത്യേകത ഉണ്ട്, വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് സൈസ് കുറയുന്നത്, ക്രമമായിട്ടാണ് സൈസ് കുറഞ്ഞു വരുന്നത്. ലാന്തനോയിഡുകളിൽ അല്ലെങ്കിൽ ലന്താനത്തില് ലാന്തനോയിഡുകൾ, അതായത് ലന്താനം, സീറിയം, പ്രിസിയോഡിമിയം, നിയോഡിമിയം, ND നിയോഡിമിയം, പ്രൊമിത്യം, PM, പ്രൊമിത്യം, ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും സൈസ് എന്ത് ചെയ്തു വരും? ഇവിടെ കുറഞ്ഞു വരും. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫിനോമിനോണിനെ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ന്യൂക്ലിയർ ചാർജ് കൂടും. അതായത് ഇപ്പൊ ഞാനാണ് ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് പവർ കൂടുതലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ എന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. എനിക്ക് ന്യൂക്ലിയസിന് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിന് അടുത്തേക്ക് എന്ത് ചെയ്യും? ആകർഷിക്കും. അതിന്റെ ഫലമായിട്ട് അട്രാക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ആറ്റത്തിന്റെ സൈസ് കുറയും. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, ന്യൂക്ലിയസിന്റെ പവർ കൂടുതലാണെങ്കിൽ, ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ ആറ്റത്തിന്റെ സൈസ് കൂടുതലായിരിക്കും. ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ സൈസ് കൂടും. അപ്പൊ നിങ്ങൾ നോക്കുക, ലന്താനത്തിനേക്കാളും ന്യൂക്ലിയർ ചാർജ് ആണ് സീറിയത്തിനേക്കാൾ ന്യൂക്ലിയർ ചാർജ് ആണ് പ്രിസിയോഡിമിയത്തിനേക്കാൾ ന്യൂക്ലിയർ ചാർജ് ആണ് നിയോഡിമിയത്തിനേക്കാളും ന്യൂക്ലിയർ ചാർജ് ആണ് എന്ന് പറയുന്ന പ്രൊമിത്യത്തിന്. അപ്പൊ നോക്കട്ടെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടും, ന്യൂക്ലിയസിന്റെ പവർ കൂടും, അറ്റോമിക് നമ്പർ കൂടും, ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടി കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ പവർ കൂടുന്നു. ന്യൂക്ലിയസിന്റെ പവർ കൂടി കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ കൂടുതൽ ന്യൂക്ലിയസിന് അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിന്റെ ഫലമായി ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യൂടെ? കുറയും. അപ്പൊ ഒന്ന്, ഇൻക്രീസ് ഇൻ ദ ന്യൂക്ലിയർ ചാർജ്. 2, പുവർ ഷീൽഡിംഗ് എഫക്ട് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ്. ഷീൽഡിംഗ് എന്ന് വെച്ചാൽ എന്താ? വലിയ ആറ്റം ആകുമ്പോൾ ഇഷ്ടംപോലെ ഷെല്ല് കാണും അല്ലെ? വലിയ ആറ്റം ആകുമ്പോൾ ഇഷ്ടംപോലെ ഷെല്ല് കാണും. അപ്പൊ ഇഷ്ടംപോലെ ഷെല്ല്, ഇവിടെ എല്ലാം എന്തിരിക്കും? ഇവിടെ ഇലക്ട്രോണുകൾ ഇരിക്കും. ഇവിടെ ഫുൾ ഇലക്ട്രോൺ ഇരിക്കും. അപ്പൊ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ചോ, ആ ഇലക്ട്രോണും ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. എന്താ പറഞ്ഞ? ഏറ്റവും അവസാനത്തെ ഷെല്ലിലെ ഈ ഇലക്ട്രോണും ന്യൂക്ലിയസ് എന്നുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. കാരണം ഇടയ്ക്ക് കുറെ ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട് അല്ലെ? ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു മറ കണക്ക്, ഒരു ഷീൽഡ് കണക്ക്, ഒരു തടസ്സം, ഒരു സ്ക്രീൻ കണക്ക് ആക്ട് ചെയ്യും. ആർക്കൊക്കെ ഇടയിൽ? ന്യൂക്ലിയസിനും ലാസ്റ്റത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനും ഇടയിൽ ഒരു തടസ്സം കണക്ക് എന്ത് ചെയ്യും? ഇവിടെ ആക്ട് ചെയ്യും.
പക്ഷേ അപ്പൊ അങ്ങനെ ആ ഒരു ഫിനോമിനോണിനെ വിളിക്കുന്ന പേരാണ് ഷീൽഡിംഗ് എഫക്ട്. ഇവിടെ പക്ഷേ എഫ് ഓർബിറ്റലുകളിൽ പുവർ ഷീൽഡിംഗ് എഫക്റ്റാ. ഷീൽഡിംഗ് എഫക്ട് വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഇവിടെ ഇരിപ്പുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എഫ് ഓർബിറ്റലാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചോ. എഫ് ഓർബിറ്റൽ ഉണ്ടെന്ന് വെച്ചോ. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ചോ. ഈ ഇലക്ട്രോണ് ന്യൂക്ലിയസ് നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. എഫ് ഓർബിറ്റൽ ഇതിനെ മറയ്ക്കുന്നുണ്ടോ? എഫ് ഓർബിറ്റൽ അല്ലെങ്കിൽ ന്യൂക്ലിയസും ഇവിടത്തേതുപോലെ ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെയും ഈ ലാസ്റ്റത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനെയും മറയ്ക്കുന്നത് പോലെ ഇവിടെ ന്യൂക്ലിയസും ലാസ്റ്റത്തെ ഷെല്ല് ഇലക്ട്രോണും തമ്മിൽ മറവ് വല്ലതും വരുന്നുണ്ടോ? സ്ക്രീനിങ് എഫക്ട് വല്ലതും വരുന്നുണ്ടോ? ഇല്ല. അതായത് ഇവിടെ നന്നായിട്ട് ഇലക്ട്രോണുകളെ ന്യൂക്ലിയസ് പിടിച്ചു വലിക്കും. എഫ് ഓർബിറ്റലിന് ഒരു പ്രത്യേക സൈസ് ആണ്. കുറെ ബലൂണുകൾ ഒരു കമ്പിൽ ഒരു പോയിന്റിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? എഫ് ഓർബിറ്റലിന്റെ പടവും നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. എഫ് ഓർബിറ്റലിന് കുറെ പന്തുകൾ ഒരു പോയിന്റിൽ ഒട്ടിച്ചു വെക്കുന്നു. അല്ലെങ്കിൽ ബലൂൺ കടക്കാരനൊക്കെ ബലൂൺ ഉത്സവ പറമ്പുകളിലൊക്കെ വിൽക്കാൻ കൊണ്ടുവരത്തില്ല. അപ്പൊ ഒരു കമ്പിന്റെ അറ്റത്ത് ബലൂണുകൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഇട്ടിരിക്കുന്നത് പോലത്തെ ഷേപ്പാണ് എഫ് ഓർബിറ്റലുകൾ. അപ്പൊ എഫ് ഓർബിറ്റലുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ എഫ് ഓർബിറ്റൽ ഇരിക്കുമ്പോൾ എഫ് ഓർബിറ്റൽ ലാസ്റ്റത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനെയും ന്യൂക്ലിയസ് തമ്മിലുള്ള അട്രാക്ഷനെ തടയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷീൽഡിംഗ് എഫക്ട് ഇല്ല. പൂവർ ഷീൽഡിംഗ് എഫക്ട് ആണ്, ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് വളരെ വേഗം അട്രാക്ട് ചെയ്യുകയും സൈസ് കുറയുകയും ചെയ്യും. ഓർത്തു വെച്ചിരിക്കുക, ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് അല്ലെങ്കിൽ പൂവർ ഷീൽഡിംഗ് എഫക്റ്റും ഇൻക്രീസ് ഇൻ ദ ന്യൂക്ലിയർ ചാർജുമാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷന് കാരണം. എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ മനസ്സിലായില്ലേ? ലന്താനം, സീറിയം, പ്രിസിയോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്തിയസ്, അമേരിയ, യൂറോപ്യം, ഗഡോലിനിയം, ഡിസ്പോഷ്യ, ഹോൾമി, എർബിയം, തൂലിയം, ഇട്ടേർബിയം ഇങ്ങനെ പോകുമ്പോൾ സൈസ് കുറഞ്ഞു വരാൻ കാര്യം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണ്. ഇനി ലാന്തനോട് എൽ സി അല്ലെങ്കിൽ ലാന്തനോട് കോൺട്രാക്ഷന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4D സീരീസിലുള്ളതും 5D സീരീസിലുള്ളതുമായ ചില എലമെന്റുകൾക്ക് സ്വഭാവം ഒരേപോലെ ഇരിക്കും. 4D ഡി ബ്ലോക്കിലെ ചില എലമെന്റുകളുടെ സ്വഭാവം സെയിം ആവാൻ കാരണം എന്താണ്? ലാന്തനോട് ഞാൻ പറഞ്ഞല്ലോ, ലാന്തനോട് ഒക്കെ ഏതിൽ വരുന്ന എലമെന്റുകളാ? നമ്മുടെ എഫ് ബ്ലോക്കില് വരുന്ന എഫ് ബ്ലോക്കിലെ എലമെന്റുകളൊക്കെ എവിടെയാ വരേണ്ടത്? സാധാരണ രീതിയിൽ ഡി ബ്ലോക്കിലാണ് വരേണ്ടത്. പക്ഷെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഇവന്മാരുടെ സ്വഭാവം ഡി ബ്ലോക്കിലെ എലമെന്റുകളുമായ സ്വഭാവത്തിൽ സിമിലാരിറ്റി കാണിക്കാത്തത് കൊണ്ടുമാണ് ഈ ഡി ബ്ലോക്കിലെ എലമെന്റുകളെ കൂടെ വയ്ക്കാതെ എഫ് ബ്ലോക്കിലെ എലമെന്റുകളെ താഴെ കൊണ്ട് വെച്ചേക്കും. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, ലാന്തനോട് കോൺട്രാക്ഷൻ കാരണം ചില എലമെന്റുകൾക്ക് 4D എന്ന് പറയുന്ന സീരീസിലെയും 5D സീരീസിലെയും 4D സബ്ഷെല്ലുകളുള്ള എലമെന്റുകൾക്കും 5D സബ്ഷെല്ലുള്ള എലമെന്റുകൾക്കും ഒക്കെ ഏകദേശം ഒരേ സൈസ് വരുന്നു. അതേപോലെ തന്നെ 5D സീരീസിന് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് 3D 4D കൂടുതലായിരിക്കും. പിന്നെ എലമെന്റുകളെ ലാന്തനോഡുകൾക്കൊക്കെ ഏകദേശം സൈസ് ഞാൻ പറഞ്ഞില്ലേ, വളരെ പതുക്കെയാണ് സൈസ് കുറഞ്ഞു വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഏകദേശം സിമിലർ സൈസ് ആയിരിക്കും. അപ്പൊ സിമിലർ സൈസ് വരുമ്പോ ഏകദേശം സിമിലർ സൈസ്, അടുത്തടുത്ത സൈസുകൾ എല്ലാത്തിനുള്ള. അപ്പൊ അങ്ങനെ ആ സൈസ് വരുമ്പോൾ അവയെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ഇതാണ് ലാന്തനോഡ് കോൺട്രാക്ഷന്റെ എന്ന് പറയുന്നത് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, എങ്ങനെയാ പോകുന്നത്? ലന്താനം, സീറിയം, പ്രിസിയോഡിമിയം ഇങ്ങനെ പോയി അവസാനിക്കുന്നത് LUലാണ്, ലുട്ടീഷ്യത്തിലാണ്. അപ്പൊ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കാം. ലന്താനം OH ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട് ഉണ്ട്, LaOH ടോയ്സ്, LaOH ടോയ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ലന്താനം ഹൈഡ്രോക്സൈഡ് ആണ് ഇതിന്റെ പേര്. ലുട്ടീഷ്യം OH ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് LuOH ടോയ്സ്. ലുട്ടീഷ്യ ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ OH ഉള്ള എല്ലാ കോമ്പൗണ്ടുകളും ബേസിക് ആണ്. അപ്പൊ ലന്താന ഹൈഡ്രോക്സൈഡും ബേസിക് ആണ്, ലുട്ടീഷ്യ ഹൈഡ്രോക്സൈഡും ബേസിക് ആണ്. അപ്പൊ ലന്താന ഹൈഡ്രോക്സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ലന്താന ഹൈഡ്രോക്സൈഡിൽ നിന്ന് ലുട്ടീഷ്യ ഹൈഡ്രോക്സൈഡിലോട്ട് വരുന്ന സമയത്ത് സൈസ് കുറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലന്താനത്തിൽ നിന്ന് സീറിയം, പ്രിസിയോഡിമിയം, നിയോഡിമിയം ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സൈസ് കുറഞ്ഞു വരെയല്ലേ? ലന്താനത്തിനേക്കാളും ചെറിയ സൈസ് ആയിരിക്കും സീറിയത്തിനേക്കാളും ചെറിയ സൈസ് ആയിരിക്കും പ്രിസിയോഡിമിയം, PR എന്ന് പറയുന്ന എലമെന്റ്. അതിനേക്കാളും വളരെ സൈസ് കുറവായിരിക്കും ആർക്കെന്ന് പറയുന്നത്? ലുട്ടീഷ്യത്തിന്. അപ്പൊ ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് വരുമ്പം സൈസ് കുറഞ്ഞു വരും. സൈസ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ബേസിക് ക്യാരക്ടർ കുറയും. അപ്പൊ സൈസും ബേസിക് ക്യാരക്ടറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ലന്താനം ഹൈഡ്രോക്സൈഡ് ആണോ ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ് ആണോ മോർ ബേസിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടത് ഏതാണെന്ന് പറയണം?
lanthanum hydroxide is more basic as compared to lutetium hydroxide. lanthanum hydroxide ഉം lutetium hydroxide ഉം എങ്ങനെയാണ്? lanthanum hydroxide എന്ന് പറയുന്നത് more basic ആണ് ആരെക്കാളും? lutetium hydroxideനെക്കാളും. കാരണം lanthanumനേക്കാളും ഒരുപാട് സൈസ് കുറവാണ്, LAയേക്കാളും ഒരുപാട് സൈസ് കുറവാണ്. LUവിന് സൈസ് കുറഞ്ഞാൽ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യൂടെ? കുറയും. ഓക്കെ ആണ്. ഇനി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ലാന്തനോട് കോൺട്രാക്ഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്, പഠിച്ചോളുക. ഇനി അയണൈസേഷൻ എന്താൽപി, ലാന്തനോടുകൾക്ക് അയണൈസേഷൻ എന്താൽപി വളരെ കുറവായിരിക്കും, ഫെയർലി വെരി ലോ അയണൈസേഷൻ എനർജി ആയിരിക്കും. അതേപോലെ തന്നെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി എന്ന് പറയുന്നത് 600 കിലോ ജൂളും സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി 1200 കിലോ ജൂളും ആയിരിക്കും. കാൽഷ്യവുമായിട്ട് ഏകദേശം സിമിലാരിറ്റി കാണിക്കുന്നത്, അതായത് ഫസ്റ്റ് അയണൈസേഷൻ എനർജി വളരെ കുറവും സെക്കൻഡ് അയണൈസേഷൻ എനർജി വളരെ കൂടുതലും ആയിരിക്കും. ഇനി ലോ അയണൈസേഷൻ എനർജി ഉള്ളതുകൊണ്ട് തന്നെ ലാന്തനോയിഡുകൾ, അയണൈസേഷൻ എനർജി എന്ന് വെച്ചാൽ എന്താ? ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ നിന്നും ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആറ്റത്തിലേക്ക് കൊടുക്കേണ്ട എനർജിയെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി. ലാന്തനോയിഡുകൾക്ക് അയണൈസേഷൻ എനർജി കുറവാണ്, അതുകൊണ്ട് തന്നെ അവയുടെ ഇലക്ട്രോ പോസിറ്റീവ് ഇലക്ട്രോണിനെ പെട്ടെന്ന് നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ മതി, ആറ്റത്തിനകത്ത് നിന്ന് നമുക്ക് ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുവരുന്നു വെച്ച് കഴിഞ്ഞാൽ അവയുടെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ 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 കൂടുതലാണ്. they have high electropositive character. ഇനി ലാന്തനോയിഡ് എലമെന്റുകൾ ഞാൻ പറഞ്ഞല്ലോ, ഡി ബ്ലോക്ക് എലമെന്റുകൾ കളർ കാണിക്കും എന്ന് പറഞ്ഞില്ല, അതേപോലെ എഫ് ബ്ലോക്ക് എലമെന്റുകളും എന്ത് കാണിക്കും? ഇവിടെ കളർ കാണിക്കും. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ആൾസോ ഫോമിംഗ് കളേർഡ് കോമ്പൗണ്ട്സ്. എന്താണ് കാരണം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഡി ബ്ലോക്ക് എലമെന്റ് കളർ കാണിക്കാൻ കാരണം എന്താണ്? ഡി ട്രാൻസിഷൻ. എഫ് ബ്ലോക്ക് എലമെന്റ് കളർ കാണിക്കാൻ കാര്യം എന്താണ്? FF ട്രാൻസിഷൻ. അതായത് ഒരു എഫ് സബ്ഷനിൽ നിന്നും മറ്റൊരു എഫ് സബ്ഷനിലേക്ക് ഒരു ഇലക്ട്രോൺ, ഒരു ആറ്റത്തിലേക്ക്, ഇതൊരു ആറ്റം എന്ന് വിചാരിക്കുക, ഒരു ആറ്റത്തിലെ താഴത്തെ എഫില് ഒരു ഇലക്ട്രോൺ ഇരിപ്പുണ്ട്. എഫ് 7 എഫ് സബ്ഷനിലുണ്ട് അല്ലേ? 7 എഫ് സബ്ഷനിലുണ്ട്, അതിൽ 2 എഫ് സബ്ഷനുകൾ ഞാൻ വരച്ചിരിക്കുന്നു. താഴത്തെ എഫ് സബ്ഷനിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നു. ഇതിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇതിന് എനർജി കിട്ടുകയും അത് ഹയർ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ ഹയർ സ്റ്റേറ്റിൽ ഇലക്ട്രോൺ പോയി, പക്ഷെ ആ ഇലക്ട്രോൺ അവിടെ ഇരിക്കില്ല. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ ശ്രമിക്കും? തിരിച്ച് പഴയ ഷെല്ലിലേക്ക് വരാൻ ശ്രമിക്കും, എനർജി കളഞ്ഞുകൊണ്ട്. അപ്പോൾ താഴത്തെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് മുകളിലത്തെ ഷെല്ലിലേക്ക് പോകും. മുകളിലത്തെ ഷെല്ലിൽ ആ ഇലക്ട്രോൺ ഇരിക്കത്തില്ല, വാങ്ങിച്ച എനർജി പുറത്ത് കളഞ്ഞുകൊണ്ട് ആ ഇലക്ട്രോൺ തിരിച്ച് പഴയ ഷെല്ലിലേക്ക് വരും. അപ്പോ എത്ര എനർജി, ഏത് രൂപത്തിൽ, ഈ എനർജി ഏത് രൂപത്തിലാണോ കളയുന്നത്, ഒരു എഫ് സബ്ഷനിൽ നിന്നും മറ്റൊരു എഫ് സബ്ഷനിലേക്ക്. അപ്പൊ ഏതൊരു എഫ് ബ്ലോക്ക് എലമെന്റും കളർ കാണിക്കാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ FF ട്രാൻസിഷൻ ആണ്. FF ട്രാൻസിഷൻ ആണ്. FF ട്രാൻസിഷൻ എന്താണ്? FF ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു എഫ് സബ്ഷനിൽ നിന്നും താഴത്തെ എഫ് ലെവലിൽ നിന്നും മുകളിലത്തെ എഫ് ലെവലിലേക്ക് ഇലക്ട്രോണുകൾ പോകുന്നു. താഴത്തെ എഫ് ലെവലിൽ നിന്നും മുകളിലത്തെ എഫ് ലെവലിലേക്ക് ഇലക്ട്രോണുകൾ പോകുന്നു. എന്തുകൊണ്ട്? ഒരു വസ്തുവിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ആ ലൈറ്റിന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് താഴത്തെ ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ മുകളിലത്തെ ലെവലിലേക്ക് പോവുകയും ആ ഇലക്ട്രോൺ അവിടെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ആ ഇലക്ട്രോൺ തിരിച്ച് വരാൻ ശ്രമിക്കുകയും ചെയ്യും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് എനർജി അത് പുറത്തു കളയും. ഏത് രൂപത്തിലാണോ പുറത്തു കളയുന്നത് എനർജി, ഏത് കളറിന്റെ രൂപത്തിലാണോ അത് പുറത്തു കളയുന്നത്, ആ കളറിലായിരിക്കും നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. ക്ലിയർ ആണ്? ക്ലിയർ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, അപ്പൊ FF ട്രാൻസിഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും, La3+ഉം Lu3+ഉം കളർ കാണിക്കില്ല, എന്തുകൊണ്ട്? La3+ ആൻഡ് Lu3+ ആർ നോട്ട് ഷോയിങ് എനി കളർ. വൈ? അപ്പൊ നിങ്ങൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. LAയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 4 അല്ല, LA എന്ന് പറയുമ്പോ 5D1 6s2 ആണ്. 5D1 6s2. ഇവിടെ F ഓർബിറ്റലിൽ വല്ല ഇലക്ട്രോൺ ഉണ്ടോ? ഇത് LA ആണ്. La3+ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നിന്ന് 2 ഇലക്ട്രോണും പോവും, ഇവിടത്തെ 1 ഇലക്ട്രോണും പോവും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അവിടെ അത് ഒരു ട്രാൻസിഷൻ, ഒരു ഇലക്ട്രോൺ ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ ആ വസ്തു കളർ കാണിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. La3+ കളർ കാണിക്കില്ല. കാരണം എന്താ? La3+ല് എന്തില്ലടെ? ഇലക്ട്രോൺ ഇല്ല, ഫ്രീ ആയിട്ട് ഇലക്ട്രോൺ ഇല്ല. ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അതെന്ത് കാണിക്കത്തില്ല? FF ട്രാൻസിഷൻ, F ഓർബിറ്റിൽ നിന്ന് മറ്റൊരു F ഓർബിറ്റിലേക്ക് പോകത്തില്ല, അത് കളർ കാണിക്കത്തില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി സംശയം വരും, എന്തുകൊണ്ട് Lu3+ കളർ കാണിക്കുന്നില്ല? Lu3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് Luന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 4f14. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം. 4f14 5D1 6s2. 4f14 5D1 6s2.
ഇനി Lu3+ എന്ന് വെച്ചാൽ എന്താ? ഇതിൽ നിന്ന് 2 പോയി, ഇതിൽ നിന്ന് 1 പോയി. ടോട്ടൽ എത്ര ഇലക്ട്രോൺ പോയി? 3 ഇലക്ട്രോൺ പോയി. ബാക്കി നോക്കടാ, എഫ് ഓർബിറ്റൽ ഫുള്ളി ഫിൽഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, എഫ് ഓർബിറ്റൽ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണെങ്കിലും കളർ കാണിക്കില്ല. എഫ് ഓർബിറ്റൽ പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ മാത്രമേ ആ വസ്തു എന്ത് കാണിക്കത്തുള്ളൂ? കളർ കാണിക്കത്തുള്ളൂ. എഫ് ഓർബിറ്റൽ പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ മാത്രമേ ആ വസ്തു എന്ത് കാണിക്കത്തുള്ളൂ? കളർ കാണിക്കത്തുള്ളൂ. ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ എഫ് ഓർബിറ്റൽ ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ അത് കളർ കാണിക്കത്തില്ല. നേരത്തെ നമ്മൾ ഡി ബ്ലോക്കിൽ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് മിക്കവാറും ഉള്ളതെല്ലാം പാരാമാഗ്നറ്റിക്, കാരണം എന്തുള്ളതുകൊണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട്. മാക്സിമം അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് നിയോഡിമിയത്തിനാണ്. അതുകൊണ്ട് അത് പാരാമാഗ്നറ്റിക് സ്വഭാവം കൂടുതലായിരിക്കും. നമ്മൾ ഡി ബ്ലോക്കിൽ പഠിച്ച അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ്. ലെന്താനം 3+നും സീറിയം 3+ഉം, La3+, Ce3+ അയോണുകൾ പാരാമാഗ്നറ്റിക് അല്ല, കാരണം അതിൽ ഇലക്ട്രോൺ പോലും ഇല്ല, അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. F14 വരുന്നില്ല, ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലുകളും പാരാമാഗ്നറ്റിക് അല്ല. Yb2+, ഇറ്റർബിയൻ 2+, അല്ലെങ്കിൽ Lu3+, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എഴുതി നോക്കാവുന്നതേ ഉള്ളൂ. അതിലൊന്നും അൺപെയ്ഡ് ഇലക്ട്രോണുകളില്ല. അതൊക്കെ നിങ്ങൾ കാണാതെ പിടിച്ചു വെച്ചിരിക്കുക. അതിലൊന്നും അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് അത് പാരാമാഗ്നറ്റിക് അല്ല. അപ്പൊ നിങ്ങൾ ഈ നോട്ടിൽ ഇല്ലാത്ത പോയിന്റുകൾ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി അഡീഷണൽ ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. La3+ is very high has very high magnetic susceptibility due to the large number of unpaired F electrons. Magnetic susceptibility എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കഴിവാണ്. അത് നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് വെച്ചാൽ ഒരു വസ്തു മാഗ്നറ്റിക് ആവാനുള്ള കഴിവ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കൂടുതലാണെങ്കിൽ ഇറ്റ് ഇസ് മോർ ആൻഡ് മോർ, ഇറ്റ് ഷോസ് മോർ മാഗ്നറ്റിക് ബിഹേവിയർ എന്നാണ്. ഓക്കെ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് മിക്കവാറും ഉള്ള ലാന്തനോഡുകളിൽ ഇത് ഞാൻ ആൾറെഡി പറഞ്ഞു. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ലന്താനം, ഗഡോലിനിയം, ലുട്ടീഷ്യം ഇതൊക്കെ എന്താണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇതെന്താണ് സ്റ്റേബിൾ ആണ്. കാരണം ഈ 3 ഇലക്ട്രോൺ ലന്താനത്തിൽ നിന്നും ഗഡോലിനിയത്തിൽ നിന്നും ലുട്ടീഷ്യത്തിൽ നിന്നും 3 ഇലക്ട്രോൺ വീതം പോയി കഴിഞ്ഞാൽ അതിന്റെ എല്ലാം അവസാനം ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് ആണ് വരുന്നത്, സ്റ്റേബിൾ ആവും. സീറിയം, ടെർബിയം ഇതെല്ലാം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റാ. കാരണം സീറിയം +4 കാണിച്ചാൽ 4f0യും ടെർബിയം 4+ കാണിച്ചു കഴിഞ്ഞാൽ 4f7ഉം ആവും. കംപ്ലീറ്റ്ലി ഫിൽഡ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. C4+ ആവുമ്പം 4f ഇലക്ട്രോൺ ഇല്ല. അതിന് മുമ്പത്തെ ഷെല്ലുകളെല്ലാം ഫുള്ളി ഫിൽഡ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ടെർബിയം 4+ ആവുമ്പോൾ 4f7 ആവും. F7 ആണെങ്കിൽ ഹാഫ് ഫിൽഡ് ആണ്, സ്റ്റേബിൾ ആയി മാറിയത്. ഇനി +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും ഇവര് സൊല്യൂഷൻ സ്റ്റേറ്റിൽ സോളിഡ് ഫോമിലൊക്കെ വളരെ റയർ ആയിട്ട് കാണിക്കാറുണ്ട്. പക്ഷെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? +3 ആണ്. ഇനി ഹാഫ് ഫിൽഡ് ഫുള്ളി ഫിൽഡ് F ഓർബിറ്റലുകൾക്ക് ബാക്കിയുള്ള F ഓർബിറ്റലുകൾ അപേക്ഷിച്ച് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അത് ഡിയിൽ നമ്മൾ പഠിച്ചതുപോലെ അതേ പോയിന്റുകൾ തന്നെയാണ്. ഇനി കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അപ്പോ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു ഇലക്ട്രോണെ കളഞ്ഞ് +3 ആവാൻ ശ്രമിക്കും. കാരണം ഇലക്ട്രോണുകൾ കളയുമ്പോഴാണ് പ്ലസ് ചാർജ് കൂടുന്നത്. ഇപ്പോ Na+ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, അത് ഒരു ഇലക്ട്രോണെ കളഞ്ഞാൽ എന്താവും? Na2+ ആവും. Na2+ നിന്ന് ഒരു ഇലക്ട്രോണെ കളഞ്ഞാൽ എന്താവും? Na3+ ആവും. അപ്പോ +3 ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ +3 ആണ് ഓക്സിഡേഷൻ നമ്പർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. +2 ആയിട്ട് നിൽക്കുകയാണെങ്കിൽ 2 ഇലക്ട്രോണിന്റെ കുറവുണ്ട്. അപ്പൊ ലന്താൻ എന്ത് ചെയ്യും? ലന്തനോടുകൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണെ കളഞ്ഞാൽ എന്തായി മാറാൻ ശ്രമിക്കും? +3 ആയി മാറാൻ ശ്രമിക്കും. ഇനി +4 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഏതെങ്കിലും എലമെന്റ് നിൽക്കുകയാണെങ്കിൽ +4 എന്ന് വെച്ചാൽ എന്താ? 4 ഇലക്ട്രോണുകളുടെ കുറവുണ്ടെന്നാണ്. +4 എന്ന് വെച്ചാൽ എന്താണ്? 4 ഇലക്ട്രോണുകളുടെ കുറവുണ്ട്. +4 സ്റ്റേബിൾ അല്ല. എന്താ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ +3. +4 എന്നുള്ളത് +3 ആവാൻ വേണ്ടി ഇത് എവിടെന്നെങ്കിലും ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് +4 എന്നുള്ളത് ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചത് എന്തായിട്ട് മാറും? +3 ആയിട്ട് മാറും. ഓർത്ത് വെച്ചിരിക്കുക, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഏതെങ്കിലും ലാന്തനോഡുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ കളയുകയും അത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യും. +4 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഏതെങ്കിലും എലമെന്റ് നിൽക്കുന്നതെങ്കിൽ അത് ഒരു ഇലക്ട്രോൺ വാങ്ങിച്ച് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യും. ഈ മിക്കവാറും ഉള്ള എലമെന്റ്സ് എല്ലാം വൈറ്റ്, സിൽവർ കളറിലുള്ള വൈറ്റ് സോഫ്റ്റ് മെറ്റൽസ് ആണ്. ടാർണിഷ് ഇൻ എയർ റാപ്പിഡ്ലി എന്ന് വെച്ചാൽ ഈ ലാന്തനോഡുകളൊന്നും തുറന്നു വെക്കാൻ പാടില്ല. തുറന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡീകമ്പോസ് ചെയ്ത് ഇല്ലാതായി പോകും. മിക്കവാറും ഉള്ളതിനൊക്കെ ഹാർഡ്നെസ്, അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഹാർഡ്നെസ് കൂടുകയാണ്. ഹാർഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. സമേറിയം എന്ന് പറയുന്നത് ബീങ് സ്റ്റീൽ ഹാർഡ്, സ്റ്റീലിന്റെ അത്രയും തന്നെ ഹാർഡ്നെസ് ഉള്ള ഒരു ലാന്തനോഡാണ് എന്ന് പറയുന്നത് സമേറിയം. ഇത് ലാന്തനോഡുകളെല്ലാം ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയും നന്നായിട്ട് കടത്തിവിടും. പ്രൊമിത്തീവ് എന്ന് പറയുന്ന ഒരേ ഒരു എലമെന്റ് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. ബാക്കിയുള്ള ഒരു എലമെന്റും റേഡിയോ ആക്റ്റീവ് അല്ല. ചോദ്യം ഇതാണ്, ലാന്തനോഡുകളിൽ റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കുന്ന, റേഡിയേഷനുകൾ പുറപ്പെടുവിക്കുന്ന ഒരേ ഒരു എലമെന്റ് ഏത്? പ്രൊമിത്തിയം. പ്രൊമിത്തിയം ഇസ് ദ only one element which shows റേഡിയോ ആക്റ്റീവ് ക്യാരക്ടർ. ഇനി ഈ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം അടുത്തൊരു സ്ലൈഡിൽ നമ്മൾ പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി.
ഇവിടെ നോക്കൂ, ലന്താനം ആസിഡുകളുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ലന്താനം ആസിഡുകളുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ലാന്തനോയിഡുകൾ ഹെലോജൻ അല്ല ഹാലജൻ ആണ് കേട്ടോ. ഹാലജനുകളുമായി പ്രവർത്തിച്ചാൽ LnX3 എന്ന് പറയുന്ന ടൈപ്പ് കോമ്പൗണ്ട് ഉണ്ടാവും. എക്സ് എന്ന് പറയുന്ന ഹാലജൻ ആണ് കേട്ടോ. എക്സിന് പകരം ക്ലോറിൻ വരാം, ഫ്ലൂറിൻ വരാം, ബ്രോമിൻ വരാം, ഏതുകൊണ്ട് വരാം. ലാന്തനോയിഡുകൾക്ക് പകരമാണ് Ln എന്ന് കാണിച്ചിരിക്കുന്നത്. വാട്ടറുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ LnOH ത്രൈസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. Ln എന്ന് പറയുന്ന ലാന്തനോയിഡുകളെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ലന്താനം, സീറിയം, പ്രസിയോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്യ, സമീരം ഇങ്ങനെയുള്ള എലമെന്റുകളെയാണ് നമ്മൾ ലാന്തനോയിഡുകൾ എന്ന് പറയുന്നത്. ലാന്തനോയിഡുകളാണ്. Ln എന്ന് പറയുന്നത് ഏത് ലാന്തനോയിഡ് ആണെങ്കിലും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ LnOH ത്രൈസും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. ഏത് ലാന്തനോയിഡും കാർബണുമായി ചേർത്ത് 2773 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ LnC2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. ഏത് ലാന്തനോയിഡും നൈട്രജന്റെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലന്താനം നൈട്രേറ്റ് അഥവാ LnN എന്ന് പറയുന്ന ജനറൽ ഫോർമുലയുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. ഏതൊരു ലാന്തനോയിഡും സൾഫറുമായി ചേർത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Ln2S3 എന്ന് പറയുന്ന ലാന്തനം സൾഫൈഡ് ഉണ്ടാവും. ഓക്സിജനുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലന്താനം ഓക്സൈഡ് ഉണ്ടാവും. ഇനി ഈ ലന്താനത്തിന്റെ ഐസോട്ടോപ്പുകൾ എല്ലാം റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിന്റെ ഏതാണ് തോറിയം, യുറേനിയം, പ്ലൂട്ടോണിയം, ഇതൊക്കെ തോറിയം, യുറേനിയം, പ്ലൂട്ടോണിയം എന്നൊക്കെ പറയുന്നത് എഫ് ബ്ലോക്കിൽ തന്നെ ആക്ടിനോയിഡ്സ് ആണ് വരുന്നത്. ആക്ടിനോയിഡ്സിലെ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പൊ പറയുന്നത്. ആക്ടിനോയിഡ്സിൽ വരുന്ന തോറിയം, യുറേനിയം ഒക്കെ എന്താണ് എഫ് ബ്ലോക്ക് എലമെന്റുകൾ, ഇതെല്ലാം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകളാണ്. ന്യൂക്ലിയർ പ്രോസസ്സുകൾ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഏർപ്പെടുന്ന എലമെന്റുകളാണ്. ഇനി ആക്ടിനൈഡ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആക്ടിനൈഡ്സ് അല്ലെങ്കിൽ ആക്ടിനോയിഡ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ആക്ടിനിയം എന്ന് പറയുന്ന എലമെന്റിന് ശേഷം വരുന്ന 14 എലമെന്റുകളാണ്. ഇവയുടെയും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. +4 ഒക്കെ കാണിക്കാറുണ്ട്. ആരൊക്കെയാണ് +6 കാണിക്കുക? യുറേനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, ഈ എലമെന്റുകൾ +6 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ലന്തനോയിഡുകളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ സൈസ് കുറഞ്ഞു വരും എന്ന് തോന്നില്ല. അതേപോലെ ആക്ടിനോയിഡുകളിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ സൈസ് കുറയും. ആ കോൺട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആക്ടിനോയിഡ് കോൺട്രാക്ഷന്റെ അളവ് ലാന്തനോയിഡ് കോൺട്രാക്ഷനേക്കാളും കൂടുതലാണ്. അതായത് ആക്ടിനോയിഡിൽ സൈസ് പെട്ടെന്ന് കുറഞ്ഞു വരും ലാന്തനോയിഡിനേക്കാളും. കാരണം ഇവിടെ ഉള്ളത് 5f ഓർബിറ്റലിലാണ് ആക്ടിനോയിഡുകളിൽ ഇലക്ട്രോൺ നിറയുന്നത്. ലാന്തനോയിഡുകളിൽ നിങ്ങൾ നോക്കിയാൽ കാണും എല്ലാത്തിലും 4f ഓർബിറ്റലാണ്. 5f ഓർബിറ്റലിന് വെരി പൂവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറയും തോറും സൈസ് പെട്ടെന്ന് കുറയും. ഓർത്തു വെച്ചിരിക്കുക, ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഈസ് വെരി സ്മാളർ ദാൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. കാരണം ആക്ടിനോയിഡുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് 5f ഓർബിറ്റലാണ്, ലാന്തനോയിഡുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് 4f ഓർബിറ്റലാണ്. 5f ഹാസ് വെരി പൂവർ ഷീൽഡിംഗ് എഫക്റ്റ് ആസ് കമ്പയർഡ് ടു 4f ഓർബിറ്റൽ. ഇനി എല്ലാ ആക്ടിനൈഡും റേഡിയോ ആക്റ്റീവ്. ഞാൻ നേരത്തെ ലാന്തനോയിഡിന്റെ കേസ് പറഞ്ഞപ്പോൾ ലാന്തനോയിഡില് പ്രൊമിത്യം മാത്രമേ എന്തായിട്ടുള്ളൂ റേഡിയോ ആക്റ്റീവ് ആയിട്ട് ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ ഇതിൽ ആക്ടിനോയിഡ്സ് ആണ് എല്ലാം റേഡിയോ ആക്റ്റീവ് ആണ്. ആർട്ടിഫിഷ്യൽ എലമെന്റ്സ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എലമെന്റ്സ് ഒക്കെയാണ്. ഇനി ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഞാൻ പറഞ്ഞു, പൂർ ഷീൽഡിംഗ് എഫക്റ്റ് കാരണമാണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷനെ പോലെ തന്നെയാണ്. ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ആക്ടിനിയം, തോറിയം, പ്രൊട്ടക്ടീനിയം, യുറേനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, അമേരീഷ്യം, ക്യൂറിയം, ബെർക്കിലിയം, കാലിഫോർണിയം, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെൻഡലേവിയം, നൊബീലിയം, ലോറൻഷ്യം എന്നൊക്കെ പറഞ്ഞ് കുറെ എലമെന്റ്സ് ഉണ്ട്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണമെന്നില്ല. കാരണം ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റെഗുലർ അല്ല. നമ്മൾ ലാന്തനോയിഡിൽ പഠിക്കുന്നത് പോലെ അത്ര ഓർഡർ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇനി ആക്ടിനോയിഡുകളും പാരാമാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് മോർ കോംപ്ലക്സ് ദാൻ ദാറ്റ് ഓഫ് ലാന്തനോയിഡ്. ഇപ്പൊ ലാന്തനോയിഡിന്റെ മാഗ്നറ്റിസം ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ലാന്തനോയിഡ് എത്രത്തോളം മാഗ്നറ്റിക് ആണ്, എന്തുകൊണ്ട് കൂടുതൽ മാഗ്നറ്റിക് ആയി എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ എത്രത്തോളം എളുപ്പത്തിൽ ആക്ടിനോയിഡിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ കൂടുതലാണ്. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ കൂടി വരുന്നു അതിൽ ആക്ടിനോയിഡുകൾ. അയണൈസേഷൻ എനർജി കുറവാണ്. കളർ കാണിക്കുന്നുണ്ട്. കളർ എന്ന് പറയുന്നത് 5f ഇലക്ട്രോൺസിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ FF ട്രാൻസിഷൻ. ഒരു F സബ്ഷനിൽ നിന്നും മറ്റൊരു F സബ്ഷനിലേക്ക് ഇലക്ട്രോൺ പോകുന്നത് കൊണ്ടാണ് F ബ്ലോക്ക് എലമെന്റുകൾ എന്ത് കാണിക്കുന്നത്, കളർ കാണിക്കുന്നതെന്ന് പറഞ്ഞു. യുറേനിയം 3+ എന്ന് പറയുന്നത് 5f3 എക്സാമ്പിൾ ആണ്. യുറേനിയം 3+ എന്ന് പറയുന്നത് 5f 3 ഇലക്ട്രോൺ ഉള്ളതാണ്. അതിന്റെ റെഡ് കളർ ആണ്. അതിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് NP എന്ന് പറയുന്ന നെപ്റ്റ്യൂണിയം. ഈ P സ്മാൾ ആണ് കേട്ടോ. NP നെപ്റ്റ്യൂണിയം 3+ 5f4 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അതിന്റെ കളർ എന്താണ്? ബ്ലൂയിഷ് കളറാണ്. F0 ഉണ്ടെങ്കിൽ F7 ഉണ്ടെങ്കിൽ, അതായത് F ഇലക്ട്രോൺ ഇല്ലെങ്കിലും F ഹാഫ് ഫിൽഡ് ആണെങ്കിലും F14 ആണെങ്കിലും അതിലെന്ത് കാണത്തില്ല, കളർ കാണിക്കത്തില്ല. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ലാന്തനോയിഡും ആക്ടിനോയിഡുകളും തമ്മിലുള്ള സിമിലാരിറ്റീസ് ഓർത്ത് വെച്ചിരിക്കുക. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ കയറുന്നത് പെനൾട്ടിമേറ്റ് F സബ്ഷെല്ലിലാണ്.
രണ്ടും ഇലക്ട്രോ പോസിറ്റീവ് ആണ്, അതുപോലെ തന്നെ ഹൈലി റിയാക്റ്റീവ്. ഇലക്ട്രോ പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താ, രണ്ടും റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ കളയുകയാണ് ചെയ്യുന്നത്. രണ്ടിലും സൈസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ രണ്ടിലും സൈസ് കുറയുന്നുണ്ട്. ലാന്തനോഡിൽ സൈസ് കുറയുന്നതിനെ ലാന്തനോഡ് കോൺട്രാക്ഷൻ എന്നും ആക്ടിനോഡിൽ സൈസ് കുറയുന്നതിനെ ആക്ടിനോഡ് കോൺട്രാക്ഷൻ എന്നുമാണ് വിളിക്കുന്നത്. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ലാന്തനോഡിന്റെ കോമൺ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 +4 ആണ്. +3 കാണിക്കാറുണ്ട്, +2 +4 കാണിക്കാറുണ്ട്. ആക്ടിനോഡിലാണെങ്കിൽ +3 കാണിക്കാറുണ്ട്. അത് കൂടാതെ +4 +5 +6 +7 ഇതും കാണിക്കാറുണ്ട്. ലാന്തനോഡുകളുടെ കോംപ്ലക്സ് ഉണ്ടാകാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. ആക്ടിനോഡിനാണെങ്കിൽ കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താ, കോർഡിനേഷൻ കോംപ്ലക്സസ് എന്നാണ്. നിങ്ങൾ വേറൊരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കും. കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് വെച്ചാൽ കുറെ എലമെന്റുകൾ ചേർന്ന് പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കഴിവ്, അതാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. വലിയ മോളിക്യൂൾ ഉണ്ടാക്കാനുള്ള കഴിവ് ലാന്തനോഡിന് കുറവാണ്, ആക്ടിനോഡിന് വളരെ കൂടുതലാണ്. പ്രൊമിത്തിയം ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. ലാന്തനോഡുകളൊന്നും എക്സെപ്റ്റ് പ്രൊമിത്തിയം ആളാർ നോൺ റേഡിയോ ആക്റ്റീവ് എന്നാണ് കേട്ടോ. റേഡിയോ ആക്റ്റീവ് എന്നല്ല, നോൺ റേഡിയോ ആക്റ്റീവ് എന്നാണ് അവിടെ ചേർത്തോളൂ. നോൺ റേഡിയോ ആക്റ്റീവ് എന്നാണ്. ലാന്തനോഡിൽ പ്രൊമിത്തിയം ഒഴിച്ച് ബാക്കിയെല്ലാം നോൺ റേഡിയോ ആക്റ്റീവ് ആണ്. പക്ഷെ ആക്ടിനോയിഡിലാണെങ്കിൽ എന്താണ്, എല്ലാം റേഡിയോ ആക്റ്റീവ് ആണ്. ലാന്തനോഡിൽ ലെസ് ബേസിക് ആണ്, ആക്ടിനോയിഡിലാണെങ്കിൽ ദേ ആർ മോർ ബേസിക് ആണ്. ലാന്തനോഡ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളുടെ ബേസിക് പവർ കുറവാണ്, ആക്ടിനോഡുകൾ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെല്ലാം ബേസിക് പവർ എന്താണ്, കൂടുതലാണ്. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്, ലാന്തനോഡുകളെയും ആക്ടിനോഡുകളെയും പറ്റിയാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതോടുകൂടി ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പുതിയൊരു പാഠമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.